അഗ്നിപരീക്ഷയുടെ പുതിയ പ്രൊമോ എത്തി. ആരൊക്കെയാണ് നമ്മുടെ ജഡ്ജസ്? അഖിൽമാരാറും സാബുമോനും രഞ്ജിനിയും റിയാസും ഒക്കെ ആണോ? സൂപ്പർ സർപ്രൈസുകളാണ്. അഗ്നിപരീക്ഷയുടെ ഷൂട്ടിംഗ് തകൃതിയായിട്ട് നടക്കുന്നു. കുറേ പേരൊക്കെ ഔട്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഇത് ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന നിസാര സംഭവമല്ല. അഗ്നിപരീക്ഷ തീക്കളിയാണ്. മാത്രമല്ല വമ്പൻ പ്രൊമോഷൻസ്. എന്തൊക്കെയാണ് പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? നമുക്ക് ആരൊക്കെയാണ് ആ ജഡ്ജസ് എന്ന് കണ്ടുപിടിച്ചാലോ? അതിൽ ലക്ഷണങ്ങളും ഭാവങ്ങളും ഒക്കെ വെച്ചിട്ട് എന്താണെന്ന് സംസാരിക്കാം. അതോടൊപ്പം തന്നെ അപ്ഡേറ്റുകളും പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോ നമ്മുടെ രാവിലെ തന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പല്ലില് ബ്രൈസസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല തല പെരുപ്പാണ്. ഒരു ഇച്ചിരി നേരം ഒന്ന് ആശ്വാസമായിട്ടിരിക്കുമ്പോൾ മാത്രമേ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു AI പ്രൊമോയാണ് വന്നിരിക്കുന്നത്. AI പ്രൊമോയാണ്. 3 ജഡ്ജസിന്റെ പിൻഭാഗം കാണിക്കുന്നുണ്ട്. 2 ആണുങ്ങളും ഒരു പെണ്ണുമാണ് ജഡ്ജായിട്ടുള്ളത്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോഷ്യൽ മീഡിയയിൽ നിറച്ച് ബസ് കേൾക്കുന്നത് സാബുമോന്റെ പേര്, അഖിൽമാരാറുടെ പേര്, റിയാസ് സലീമിന്റെ പേര്, രഞ്ജിനിയുടെ പേര്. അപ്പൊ ഈ പേരാണ് കൂടുതലും. ഇങ്ങനെ കുറേ പേരൊക്കെ പോസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ഒക്കെ ഒരാളായിരിക്കും. ആരെങ്കിലും 4 പേരിൽ 3 പേരായിരിക്കാൻ തന്നെയാണ് സാധ്യതയെന്ന്. പക്ഷേ നമുക്ക് എപ്പോഴും നിങ്ങൾ എൻ്റെ അടുത്ത് പറയാറില്ലേ ഞാൻ പ്രഡിക്ഷന്റെ ആളാണ്, അൻസിഫിന്റെ പ്രഡിക്ഷൻ ഒക്കെ കറക്റ്റ് ആവുന്നു എന്നൊക്കെ. നമുക്കൊരു പ്രഡിക്ഷൻ നോക്കാം. ഇത് ഏതാണ്ട് കറക്റ്റ് ആവാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത്തവണ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇതിനൊരു പേര് നിങ്ങൾ ഇടുക. ഇതിനകത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആരുടെയൊക്കെ പേരുകളാണ് ബസ്സായിട്ട് കേൾക്കുന്നത് അവരുടെ എല്ലാവരുടെയും ടോട്ടൽ മിക്സ് ഞാൻ ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ മിക്സ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് മൊത്തം 3 ജഡ്ജസിനെയാണല്ലോ ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത്. തീക്കളി എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് 3 കാർഡുകൾ എടുക്കാം. ഇതിനകത്ത് കുറേ പേരുടെ പേരുകളുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് 3 കാർഡുകൾ എടുക്കാം. ആരൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്യുവർലി പ്രഡിക്ഷന്റെ അടിസ്ഥാനമാണിത്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു കാർഡ് ഇതിൽ നിന്ന് എടുക്കുവാണേ. അതെൻ്റെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഞാൻ കറക്കി ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് എടുക്കാം. എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു കാർഡ്, ഒരു യെല്ലോ ഞാൻ എടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. അടുത്ത് ഒരു യെല്ലോവും കൂടെ എടുക്കാം അല്ലേ. യെല്ലോ എനിക്കിഷ്ടമുള്ളൊരു കളറാണ്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ കുലുക്കി എടുക്കും. ഒരു യെല്ലോ കൂടെ എടുത്തു. ദെൻ അടുത്തൊരു ബ്ലൂ എടുക്കാം. ബ്ലൂ. അപ്പം 2 യെല്ലോയും ഒരു ബ്ലൂ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തൊക്കെ ഞാൻ എല്ലാവരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട്. ആരുടെ പേരുകളാണ് ഇതിനകത്ത് വരുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് യെല്ലോ തുറക്കാം. രഞ്ജിനി ഹരിദാസ്. കാണാവോ? ഞാൻ എഴുതിയിട്ടുള്ള പേരാണ് രഞ്ജിനി ഹരിദാസ്. അപ്പം രഞ്ജിനി ആയിരിക്കാം ആ പ്രൊമോയിൽ കാണുന്ന പെൺകുട്ടി, അതായത് പെണ്ണായിട്ടുള്ള ജഡ്ജ്, ലേഡി ജഡ്ജ് രഞ്ജിനി ആയിരിക്കാം എന്നാണ് ഈ പ്രഡിക്ഷൻ കാർഡ്, ഈ ജ്യോതിഷം പറയുന്നത്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. അടുത്ത മഞ്ഞ നമ്മൾ എടുത്തല്ലോ. ആ മഞ്ഞയിൽ നമുക്ക് നോക്കാം. അഖിൽ മാരാർ. ഇത് ഏതാണ്ട് സാധ്യത ഉറപ്പിക്കാം. കാരണം അഖിൽ മാരാർ ഇന്നലെയൊക്കെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പുതിയ ഒരു എന്താ പറയാ ഏഷ്യാനെറ്റിന്റെ റിയാലിറ്റി ഷോയിലുണ്ടെന്ന്. ഓൾറെഡി ബസ്സും കേൾക്കുന്നുണ്ട്. സോ അഖിൽ മാരാർ വിൽ ബി, മിക്കവാറും അഖിൽ മാരാർ ജഡ്ജ് തന്നെ ആയിരിക്കാം. ഓക്കെ, ഈ കാർഡ് പറയുന്നത് അഖിൽ മാരാർ എന്നാണ്. അടുത്ത കാർഡ് നമുക്ക് നോക്കാം. ബ്ലൂ കാർഡ്. റിയാസ് സലീമിന്റെ പേരാണ് അടുത്ത ഒരു കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പം റിയാസ്, രഞ്ജിനി, സാബു എന്നാണ്, റിയാസ്, രഞ്ജിനി, അഖിൽ മാരാർ എന്നാണ് നമ്മുടെ ഈ 3 കാർഡുകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവർ തന്നെ ആവാനാണ് കേട്ടോ സാധ്യത. കാരണം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ബസ്സും അങ്ങനെ തന്നെയാണ്. നമുക്ക് നോക്കാം നമ്മുടെ ഈ പ്രഡിക്ഷൻ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇത്രയും വേസ്റ്റായി. നമുക്ക് ഇതുപോലെ തന്നെ ഇനി കണ്ടസ്റ്റൻസിന്റെ പ്രഡിക്ഷനും സാധ്യത കൂടുതലൊക്കെ ഉള്ളതായിട്ട് മുന്നോട്ട് പോയാലോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? എപ്പോഴും നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഞാൻ വന്നിരുന്ന പേരുകൾ വിളിച്ചാരി പറയുന്നു, എന്റെ പ്രഡിക്ഷൻ പറയുന്നു. അതിനേക്കാളൊക്കെ നല്ലതല്ലേ? കാരണം ഇതിനകത്ത് എന്തായാലും സാധ്യത ഉള്ളവരുടെ പേര് മാത്രമേ ഈ ബോളിൽ ഉണ്ടാവത്തുള്ളൂ അല്ലേ? സാധ്യത ഉള്ളവർ മാത്രമേ ഇതിൽ കാണത്തുള്ളൂ. അപ്പം ഏതാണ്ട് നമുക്ക് ഇതും കറക്റ്റ് ആയിരിക്കും. എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെയും വിശ്വസിക്കാം. അപ്പോൾ നമ്മുടെ പ്രൊമോയെ പറ്റി നമുക്കിനി പറയാം. റിയാസും അഖിൽ മാരാറും രഞ്ജിനിയും ഏതാണ്ട് അത് കൺഫേം തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
പിന്നെ കുറേ പേരൊക്കെ ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരുന്നുണ്ട്. 4 പേര് ഔട്ടായി, 8 പേര് ഔട്ടായി, പകുതി പേര് ഔട്ടായി, 2 പേര് ഔട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒന്നും അറിഞ്ഞുകൂടാ, നമുക്ക് എപ്പിസോഡ് ടെലികാസ്റ്റ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതി വരെ, സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നാണ് ഇവരുടെയൊക്കെ സ്വാതന്ത്ര്യം പോകുന്ന ദിവസം അല്ലേ, നമുക്ക് കാത്തിരിക്കാം. ഈ 3 കാർഡുകളെ നമുക്ക് തള്ളിക്കളയണ്ട, നമുക്ക് കയ്യിൽ മാറ്റി വെച്ചേക്കാം. ഇനിയും പ്രൊമോസ് വരട്ടെ, ജഡ്ജസിനെ റിവീൽ ആക്കിയിട്ടുള്ള പ്രൊമോസ് വരുമ്പോൾ ഞാൻ ഈ കാർഡുകൾ ഒന്നും കൂടി കൊണ്ട് വരും, നമ്മുടെ പ്രഡിക്ഷൻ സത്യമാണോ അതോ കള്ളമാണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.